അടിസ്ഥാന സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് മഹാപ്രതിഭകളായ നവോത്ഥാന നായകരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഘടകം, അതും കേരളത്തിലെ പ്രമുഖമായ പ്രസിദ്ധീകരണശാലയുടെ പുസ്തകങ്ങളിൽ നിരന്തരം അച്ചടിച്ചു വരിക എന്നത് ആ സമൂഹത്തോടും ചരിത്രത്തോടും ചെയ്യുന്ന മാപ്പർഹിക്കാത്ത അപരാധമാണ്, തെറ്റാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ആരും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതരുത്. ശ്രീ ചെറായി രാംദാസ്, അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ച് മുഖവരിയുടെ ആവശ്യമില്ല. ചരിത്രരേഖകളെ ആധികാരികമായും വസ്തുനിഷ്ഠമായും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കണ്ടതും കേട്ടതുമായ ചരിത്രത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠനം നടത്തുന്ന ഒരു ചരിത്രകാരൻ ഇന്ന് കേരളത്തിൽ ഒറ്റയ്ക്കുമില്ല. 1987 മുതൽ പല ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഉപരോധം എന്ന മാസികയുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അവർണപക്ഷ രചനകൾ ദളിത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലകളായി വർത്തിക്കുന്നു. പക്ഷേ ഇന്ന് മലയാളം TV ലൈവിന് മുന്നിൽ ശ്രീ ചെറായി രാംദാസ് നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണ കേന്ദ്രം പ്രതിസ്ഥാനത്ത് വരികയാണ്. 1945 120 രൂപ മൂലധനത്തിൽ തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണ കേന്ദ്രം പ്രതിസ്ഥാനത്ത് വരികയാണ്. ഇത് ജീർണതയാണ്. ഗൗരവതരമായ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. അധികം ആളുകൾ ശ്രദ്ധിക്കാതെ കടന്നുപോയ ഒന്നാണെന്ന് തോന്നുന്നു. മുൻപ് കാലങ്ങളിൽ അച്ചടി രംഗത്ത് വരുന്ന പിഴവുകൾ ടെക്സ്റ്റിലായാലും ഫോട്ടോയിലായാലും പിന്നീട് അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അധികാരികൾ തിരുത്തി ക്ഷമ ചോദിക്കലൊക്കെ നേരത്തെയുള്ള കാലത്ത് പ്രിൻ്റ് മീഡിയയുടെ കാലം മുതലുള്ളതാണത്. പിന്നീട് ചാനലുകൾ വന്നപ്പോഴും ആ സിസ്റ്റമൊക്കെ നിലനിൽക്കുന്നുണ്ട്. തെറ്റുപറ്റിയ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ അറിഞ്ഞാൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ സമ്മർദ്ദം വന്നാൽ മാപ്പ് പറയുക, അതൊക്കെ ഉണ്ട് നാട്ടിൽ. പക്ഷെ നമ്മളിപ്പോൾ ഒരു പുതിയ കാലത്തിലാണ് നിൽക്കുന്നത്. ഒരാളോ ഒരു കൂട്ടം ആളുകളോ നിയന്ത്രിച്ചിരുന്ന മാധ്യമങ്ങളുടെ ലോകത്ത് നിന്ന് ആ ലോകം നിലനിൽക്കൽ തന്നെ അതിനേക്കാൾ വിപുലമായി ഒരു വ്യക്തി ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയാവുന്നു, അല്ലെങ്കിൽ എഡിറ്ററാവുന്നു, അല്ലെങ്കിൽ അധികാരിയാവുന്നു. ആ കാലമാണ് ലോകമൊട്ടുക്ക്. ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള ഒരാൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഇപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടൊരു മാധ്യമം തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഏത് തരത്തിലും. അങ്ങനത്തെ വളരെ വിപുലമായ ജനസ്വാതന്ത്ര്യം ഇലക്ട്രോണിക്സ് യുഗത്തിൽ കൂടി കൈവന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ വളരെ വലുതാണ് ഇതിൻ്റെ നേട്ടങ്ങൾ എന്നത് നമുക്കറിയാം. വളരെ വലുതാണ്. ഓരോരുത്തർക്കും ആരുടെയും അനുവാദമില്ലാതെ സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ മുന്നിലെത്തിക്കാൻ കഴിയുന്ന വലിയ കാര്യമാണത്. അത് ചെറുതല്ല. അതിൻ്റെ മറ്റ് ഇനി പറയാൻ പോണ പോരായ്മകളൊന്നും വെച്ച് അതിനെ ഇകഴ്ത്താനും പാടില്ല. പക്ഷേ ഈ പോരായ്മ ഒരെണ്ണം സംഭവിച്ചത് നമുക്ക് പറയാതെ പറ്റില്ല. ഇവിടെ സംഭവിച്ച അത് ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് വഴി, ഇൻ്റർനെറ്റിലെ ഫേസ്ബുക്ക് എന്ന ഇതുവഴി പ്രചരിപ്പിച്ച വളരെ കടുത്ത ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. അത് കുറ്റകൃത്യം എന്നത് പഴയ പ്രിൻ്റ് മീഡിയയ്ക്ക് സംഭവിക്കുന്ന എറർ, പിഴവിനോട് ചേർത്ത് പറയേണ്ട ഒന്നല്ലത്. അത് സംഭവിച്ചാൽ ആ ആളുകളൊക്കെ അറിയുന്ന സമയത്തൊക്കെ തിരുത്താറുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ കുറ്റകൃത്യം പിഴവെന്നുള്ള വ്യാജേന സംഭവിച്ചിട്ടും അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ഒരു വിധത്തിലും അതനുസരിക്കാതെ 10,000-ങ്ങളോ ഒരുപക്ഷെ ലക്ഷങ്ങളോ ആയി കോപ്പികൾ അല്ലെങ്കിൽ ഇമേജുകളായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന നിമിഷവും അത് തന്നെ സംഭവിക്കുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ എങ്കിലുമായി നടന്നു വരുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഫേസ്ബുക്ക് എന്ന ജനകീയമായ ആ മാധ്യമത്തിലൂടെ ശ്രീ അയ്യൻകാളിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ, യഥാർത്ഥത്തിൽ അത് അയ്യൻകാളിയുടെ അച്ഛൻ അയ്യൻ്റെയും അമ്മ മാലയുടെയും ഒരു ഫോട്ടോ ആണ്. രണ്ടുപേരും ചേർന്ന് ഇരുന്ന ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോ വ്യാജമായി അതിൻ്റെ അടിക്കുറിപ്പ് വെട്ടിമാറ്റിക്കൊണ്ട് നാരായണ ഗുരുവിൻ്റെ അച്ഛനമ്മമാർ എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലായി എന്നാണ് എൻ്റെ ഒരു ഊഹം.
കാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഇതിലൂടെ സംസാരിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് ആളുകളെ തെറ്റിദ്ധാരണയിലാക്കാൻ പറ്റുന്ന തരത്തിൽ അത് അനുനിമിഷം ഒരുപാട് പേരിലേക്ക് പരന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ഇത് പരത്തുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എതിർത്ത് ഒക്കെ ചെയ്തിട്ടും അതിന് ശമനമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അതൊരു വിഷയമാക്കി തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. അയ്യൻകാളിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേർന്നുള്ള ഫോട്ടോ അവരുടെ ജീവിതകാലത്ത് 1937 അവരുടെ ഇളയ മകൻ ശ്രീ അയ്യൻകാളിയുടെ അനുജനായ വേലുക്കുട്ടി, അദ്ദേഹത്തെ കൊച്ചിക്കാരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരുവിതാംകൂറിൽ നിന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഒരു ഹോട്ടൽ നടത്തി കുറേ കാലം ജീവിച്ചു. പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് പോയ ഒരാളാണ് വേലുക്കുട്ടി അപ്പൂപ്പൻ, കൊച്ചിക്കാരൻ വേലുക്കുട്ടി അപ്പൂപ്പൻ. അദ്ദേഹം നാട്ടിലെത്തിയിട്ട് ആദ്യം ചെയ്തത്, അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അവരെ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ ഫോട്ടോ എടുക്കലായിരുന്നു. ഈ ഫോട്ടോ എടുത്ത് നല്ല ധാരണ പൊതുകാര്യങ്ങളെക്കുറിച്ചും പത്രങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഈ ഫോട്ടോ എടുത്തിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾ, ഇംഗ്ലീഷും മലയാളം അടങ്ങുന്ന പത്രങ്ങൾക്ക് കൊടുക്കുകയും അതിലെ കുറേ പത്രങ്ങളിൽ അച്ചടിച്ച് വരികയും ചെയ്തു. ഇത് 1937 കാര്യമാണ്. നമ്മളിവിടെ നിൽക്കുന്നത് അതും കഴിഞ്ഞ് 63, 87 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ 1937 മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ, ഇന്നത്തെ ആഴ്ചപ്പതിപ്പല്ല, കുറേ കൂടി മറ്റ് വിപുലമായ സംവിധാനങ്ങളുള്ള ആഴ്ചപ്പതിപ്പിൽ ഈ ഫോട്ടോ അച്ചടിച്ച് വരുന്നു. അന്ന് മറ്റു പത്രങ്ങളിലും വന്നിട്ടുണ്ട് എന്നാണ് ആ കുടുംബ സർക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. മനോരമ ആഴ്ചപ്പതിപ്പിലെ 1937 ഒരു ലക്കത്തിൽ നിന്നാണ് ഞാനിത് കണ്ടെടുക്കുന്നത്. ഈ ഫോട്ടോ അച്ചടിച്ച് വന്ന് 60 കൊല്ലം കഴിഞ്ഞ് 1997 യാദൃച്ഛികമായി എൻ്റെ അന്വേഷണത്തിനിടയ്ക്ക് ഇത് ഞാൻ കണ്ടെടുക്കുന്നത്. അതായത് 2 തലമുറ കഴിഞ്ഞു. ഈ ഫോട്ടോ ആദ്യകാലത്ത് അച്ചടിച്ച് വന്നു, 2 തലമുറ കഴിഞ്ഞു. എങ്ങും പുറത്ത് ആരുടെയും കയ്യിൽ ഇത് കോപ്പി ഇല്ലാതെ വന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ആരുടെയും ഓർമ്മയിൽ ഇത് പെടാതെ പോയ കാലത്ത്, അയ്യങ്കാളി കുടുംബത്തിലെ വിപുലമായ ശാഖകളിൽപ്പെട്ട ആളുകൾക്കൊന്നും അവരുടെ അറിവിലൊന്നും അതില്ലാത്തൊരു കാലത്താണ് എനിക്ക് യാദൃച്ഛികമായി ഇത് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. കണ്ടെടുത്ത ഉടനെ തൊട്ടടുത്ത സമയത്ത് തന്നെ ഞാനൊരു ചെറിയ ഒരു ഇല്ലൻ്റ് മാസിക, മുൻപ് സാമാന്യം വലിയ രീതിയിൽ നടത്തിയിരുന്ന ഉപരോധം മാസിക, ഈ ഫോട്ടോ വന്നതിന് ശേഷം അതൊരു ഇല്ലൻ്റ് മാസികയായിട്ട് നിലച്ചു പോയിരുന്നു. ഒരു ഇല്ലൻ്റ് മാസികയായിട്ട് പുനഃപ്രസിദ്ധീകരണം നടത്തി. ആ മാസികയുടെ ആദ്യത്തെ ലക്കത്തിൻ്റെ കവർ പേജ് അല്ലെങ്കിൽ മുഖചിത്രമായി ഈ ചിത്രം, ഈ ഫോട്ടോ, അയ്യൻകാളിയുടെ അച്ഛനും അമ്മയും ഇരിക്കുന്ന ആ ഫോട്ടോ ആ ഇല്ലൻ്റ് മാസികയുടെ കവർ പേജായിട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നു. ഇതിൽ അയ്യൻകാളിയുടെ അച്ഛനും അമ്മയുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടിക്കുറിപ്പൊക്കെ അതിലുണ്ട്. ഇതാണ് 1998 ഇവിടെ നിന്ന് 26 കൊല്ലം മുൻപ് ആദ്യമായി പുതിയ കാലത്തിൻ്റെ മുന്നിലേക്ക് അയ്യൻ്റെയും മാലയുടെയും ഫോട്ടോ വരുന്നത്. ഇതാണ് 26 കൊല്ലം മുൻപാണ്. ഇത് കണ്ട് അല്ലെങ്കിൽ ഇതറിഞ്ഞിട്ടാവാം അയ്യൻകാളി ഫാമിലിയിലെ ആളുകളായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 കൊല്ലം മുൻപ് അയ്യൻകാളിയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമായി വെങ്ങാനൂരിലെത്തുകയും 94 വെങ്ങാനൂരിലെത്തുകയും ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് 97 ഈ ഫോട്ടോ കണ്ടെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് അയ്യൻകാളി ഫാമിലിയിലെ എഴുത്തുകാരനായ ശ്രീ വെങ്ങാനൂർ സുരേന്ദ്രൻ സാറിന് അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹം കണ്ട ഉടനെ, കിട്ടിയ ഉടനെ തന്നെ എനിക്ക് വളരെ വിപുലമായൊരു കത്തയച്ചു. ആ കത്തിൻ്റെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. ആ കത്തിൽ അദ്ദേഹം അമിതമായ ആഹ്ലാദത്തോടെ പറയുന്നത്, ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ 4-5 വയസ്സുള്ളപ്പോൾ ഈ ഫോട്ടോയിൻ്റെ ഒരു ബ്ലോക്ക് വീട്ടിലുണ്ടായിരുന്നു. അച്ചടിക്കാൻ എടുത്തൊരു ബ്ലോക്കാണ് അത് വീട്ടിലുണ്ടായിരുന്നു. ഞാനത് ഞാനത് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ ഫോട്ടോ ഇടിപ്പിച്ച വേലുക്കുട്ടി അപ്പൂപ്പൻ, അയ്യൻകാളിയുടെ അനുജൻ, അദ്ദേഹം അതിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്തു. ആ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്.
അതുകൊണ്ട് ഈ ഫോട്ടോ കിട്ടിയത് വലിയൊരു നേട്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്ത് അദ്ദേഹം എനിക്ക് അയക്കുകയാണ്. അപ്പോൾ മനസ്സിലായി. അങ്ങനെ ഒരു ഉറപ്പും കൂടി കിട്ടിയ ശേഷമാണ് ഞാനിത് 98 ഈ ഉപരോധം ഇല്ലെൻ്റെ മാസികയുടെ കവർ പേജായി പ്രസിദ്ധീകരിക്കുന്നത്. അതും കഴിഞ്ഞ് ഒരു 7-8 കൊല്ലം കഴിഞ്ഞപ്പോൾ 2006 എൻ്റെ പുസ്തകം അയ്യൻകാളിക്ക് ആദരത്തോടെ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജായി ഈ ഫോട്ടോ കൊടുക്കുന്നു. ഇതാണ് ആ പുസ്തകം. 2006 ദൂത് ബുക്സ് എന്ന ഞാൻ ഉൾപ്പെടുന്ന കൂട്ടായ്മയുടെ പേരിൽ 2006 എറണാകുളത്ത് വെച്ച് ശ്രീമതി ജാനു പ്രകാശനം ചെയ്തതാണ്. ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് സാമാന്യം നല്ല ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ വെച്ച് 2006 പ്രകാശനം ചെയ്ത പുസ്തകത്തിൻ്റെ കവറാണ്. അത് കഴിഞ്ഞ് 3 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഇതേ ഫോട്ടോ അതേ പുസ്തകത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൽ, വിപുലമായി പരിഷ്കരിച്ച പതിപ്പിൻ്റെ ഉള്ളിൽ, ഇത് കവർ പേജ്, അതിൻ്റെ ഉള്ളിൽ ഈ ഫോട്ടോ വിശദമായ അടിക്കുറിപ്പോടെ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു. ഇത് 2009 ഇത് ഉപരോധം ബുക്സ് എന്ന പേരിൽ ഞാൻ സ്വന്തമായിട്ട് ഇറക്കിയ സമയമാണ്. വിശദമായ അടിക്കുറിപ്പോടുകൂടി ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. വളരെ വിപുലമായ പ്രചരണം നടത്തി കേരളത്തിൻ്റെ 14 ജില്ലകളിലായി 140 പുസ്തകശാലകളിലൂടെ വിതരണം ചെയ്താണ് ഈ പുസ്തകം. പ്രധാനപ്പെട്ട ലൈബ്രറികൾ, യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ അടങ്ങുന്ന വലിയൊരു സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ കോപ്പി എത്തിച്ചിട്ടുമുണ്ട്. ഇതിങ്ങനെ ഇരിക്കാതെ എനിക്ക് തോന്നുന്നത് 2015 ഞാൻ ആദ്യമായി ഈ ചിത്രത്തെ ഒരു വ്യാജമായ അവതരണത്തോടെ കാണുന്നത്. അത് 2015 പക്ഷേ 15 മുൻപേ തന്നെ സംഭവിച്ചു പോയിട്ടുണ്ടാവാം, ഞാൻ കാണാൻ വൈകിയതാവാം. 2015 ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ, ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഫോട്ടോയുടെ അടിക്കുറിപ്പ്, വ്യാജമായൊരു അടിക്കുറിപ്പ്, അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന വൃദ്ധർ അയ്യനും മാലയും നാരായണ ഗുരുവിൻ്റെ അച്ഛനും അമ്മയും ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കാണുന്നത്. ഞാനത് കാണുമ്പോൾ തന്നെ 1500 പേരിലേക്ക് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കണോ. എങ്കിലും ഞാൻ എൻ്റെ എതിർപ്പ് അവിടെ കമൻറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചു. അവർ പിൻവലിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. പിന്നെയും മറ്റ് പലരും വ്യക്തികൾ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണൻ സാർ എനിക്ക് അയച്ച കത്തും കൂടി ചേർത്ത് ഈ ആദ്യ ഫോട്ടോകളും ഇല്ലെൻ്റെ മാസികയും എൻ്റെ പുസ്തകത്തിൻ്റെ കവറുമൊക്കെ ചേർന്ന വിപുലമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2015 ഞാൻ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ആളുകൾ ഇങ്ങനെ വ്യാജചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് മലയാളം ലൈവ് ടിവിയുടെ എഡിറ്റർമാർ ഒരു എഴുത്തുകാരനെ, ശ്രീ രുദ്രൻ ദിലീപ് എന്ന ശില്പിയും എഴുത്തുകാരനുമായ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു വീഡിയോ മലയാളം ടി വിയിൽ ഈ അടുത്ത് കണ്ടു. അതിൽ അദ്ദേഹം ഈ ഫോട്ടോ നേരത്തെ നമ്മൾ കണ്ടത് സാധാരണ വ്യക്തികളോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോ വ്യാജമായ അടിക്കുറിപ്പോടുകൂടി നാരായണ ഗുരുവിൻ്റെ അച്ഛനോ അമ്മയോ എന്ന നിലയ്ക്ക് പ്രചരിപ്പിച്ചതാണ്. പക്ഷേ ഈ ശ്രീ രുദ്രൻ ദിലീപ് കണ്ടെടുത്തത് അതല്ല. അദ്ദേഹം കണ്ടെടുത്തത് വളരെ ഉത്തരവാദപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ NBS എന്ന വിതരണ ശാഖ വഴി പുറത്തു വന്ന ശ്രീ MK സാനു മാഷിൻ്റെ ശ്രീ നാരായണ ഗുരു എന്ന പുസ്തകത്തിനുള്ളിലാണ് ഈ ഫോട്ടോ കാണുന്നത്. അത് 2023 കഴിഞ്ഞ വർഷം നവംബറിൽ ആയിരിക്കണം അതിൻ്റെ 9ാമത്തെ പതിപ്പെന്ന് പറഞ്ഞിട്ട് വന്ന 9ാമത്തെ റീപ്രിൻ്റ്, പതിപ്പല്ല റീപ്രിൻ്റാണ്. സാനുമാഷ് 1976 എഴുതി പ്രസിദ്ധീകരിച്ച അതേ കണ്ടൻറ്റ് ഒരു മാറ്റവും കൂടാതെ പുതിയ 9ാമത്തെ ഒരു റീപ്രിൻ്റായിട്ട് NBS കഴിഞ്ഞ വർഷം ഇറക്കിയിരിക്കുന്നു. 9ാം പതിപ്പെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പതിപ്പല്ല, പരിഷ്കരണമൊന്നുമില്ല, റീപ്രിൻ്റാണ്. അച്ചടിയിലുള്ള ഒരു പുതിയ അച്ചടി മാത്രമാണ്. ആ പുസ്തകത്തിൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ചിത്രം, ഫോട്ടോ, ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള 3-4-5 ഫോട്ടോകളിൽ ഒന്നായിട്ട് ഈ ചിത്രത്തെ നാരായണ ഗുരുവിൻ്റെ അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണത്. ഇതാണ് ആ പുസ്തകം. സാനുമാഷ്
1976 എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ 9ാമത്തെ റീപ്രിൻ്റ് അതേ NBS തന്നെ പ്രസിദ്ധീകരിച്ചതാണത്. കവർ പേജിന് മാത്രം ഓരോ പ്രിൻറ്റിലും മാറ്റം വരുന്നുള്ളൂ. ഇതാണ് ഏറ്റവും അവസാനം നമ്മുടെ മുന്നിലുള്ള പ്രശ്നമുണ്ടാക്കിയ പതിപ്പ് റീപ്രിൻ്റ്. ഇതാ ഇതാണ് അതിൻ്റെ ക്രെഡിറ്റ് പേജ്. ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ തീയതിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ ആണ് ഈ 9ാമത്തെ റീപ്രിൻ്റ് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. തൊള്ളായിരത്തി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ സാനുമാഷ് എഴുതിയ അതേ അവതാരിക, അതേ തീയതിയിലുള്ള അവതാരിക തന്നെയാണ് ഈ പുസ്തകത്തിലും കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റമില്ല, കണ്ടൻറ്റിനൊരു മാറ്റമില്ല, ഒരു കാര്യത്തിനും വേറെ മാറ്റമില്ല. ഇത്തരം കുറച്ച് ഫോട്ടോകൾ കൂടുതലായി ചേർത്തു എന്നതാണ് മാറ്റം. ആ ഫോട്ടോകളിൽ ഇത് ആദ്യത്തെ ഫോട്ടോ. അത് കഴിഞ്ഞു വന്ന പേജിൽ 3 ഫോട്ടോ ഉണ്ട്. തെറ്റായ അടിക്കുറിപ്പുള്ള ഒരു സമ്മേളനത്തിൻ്റെ ഫോട്ടോ. പിന്നെ ഇതിലാണ് മുകളിൽ നാരായണ ഗുരുവിൻ്റെ ഒരു സന്ദേശം കയ്യെഴുത്ത് ഉണ്ട്. അതിനടിയിൽ അയ്യൻകാളിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയെ നാരായണ ഗുരുവിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇതാണ്. ഇത് നമ്മളിപ്പോൾ കാണുന്ന പ്രിൻ്റിലല്ല, ഇതിനേക്കാൾ മുൻപുള്ള പല പ്രിൻ്റുകളിലും വന്നു പോയിട്ടുണ്ടോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് ഇത് പെടുന്നത്. ശ്രീ രുദ്രൻ ദിലീപ് ചാനലിൻ്റെ എഡിറ്റർമാരുമായി ബന്ധപ്പെടുന്നത് ഈ എഡിഷൻ വെച്ചിട്ടാണ്. പക്ഷേ സംശയമുള്ളത് ഇതിനേക്കാൾ മുൻപുള്ള റീപ്രിൻറ്റിലൊക്കെ ഇത് പലതിലും വന്നിരിക്കാം എന്നാണ്. അതായത് NBSൻ്റെ സാനുമാഷിൻ്റെ ഒരു പുസ്തകത്തിൽ മുൻപ് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഉറപ്പില്ല. പക്ഷേ NBS എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രസാധക സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന സാനുമാഷിൻ്റെ അവതാരിയോടുകൂടിയ ആധികാരികമായ പഴയ നാരായണ ഗുരുസ്വാമി എന്നത് അതേ പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തിലാണ് ഈ വ്യാജ അടിക്കുറിപ്പുള്ള ഫോട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള തെറ്റായ അടിക്കുറിപ്പിനെ കുറിച്ചാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആധികാരികമായ ഒരു പ്രസാധക സംരംഭം സ്ഥാപനം, ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരൻ്റെ പതിറ്റാണ്ടുകളായി വന്നുകൊണ്ടിരിക്കുന്ന, ഇവർ തന്നെ വരുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിൻ്റുകളിൽ അവസാനത്തെ പ്രിൻ്റിലാണ് ഈ തെറ്റായ ഇത് വന്നിരിക്കുന്നത്. ഇതാണ് ഗൗരവം കൂട്ടുന്നത്. ഇത് പലതരം ഉണ്ട് ഈ തെറ്റായ പ്രചരണത്തിന്. ഒന്ന്, അയ്യൻകാളിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം കണ്ട്, അല്ലെങ്കിൽ അവരാണ് അയ്യൻകാളിയുടെ അച്ഛനും അമ്മയും എന്ന് അറിഞ്ഞ് ആദരിച്ചു പോരുന്ന ആ കുടുംബത്തിലെ പിൻതലമുറകൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കടക്കം ഉണ്ടാക്കാവുന്ന മാനസികമായ വേച്ച ചെറുതല്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ, കേരളത്തിൻ്റെ നാടിൻ്റെ മൊത്തം അപ്പൂപ്പൻ അല്ലെങ്കിൽ പോരാളി ആയിട്ടുള്ള അയ്യൻകാളിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം നാരായണ ഗുരുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആണെന്ന വ്യാജ പ്രചരണം കാണുമ്പോൾ അയ്യൻകാളിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും ആ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകാവുന്ന പ്രയാസം ഊഹിക്കാനേ പറ്റൂ. അത്ര ഗുരുതരമായൊരു തെറ്റാണ് ഈ അച്ചടിയിലൂടെ ഈ പ്രസാധകർ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് എനിക്കറിയില്ല. ഗ്രന്ഥകാരൻ്റെ ഇതിലുള്ള പങ്കെന്താണെന്നറിയില്ല. നമ്മുടെ മുന്നിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു പുസ്തകം ശ്രീ രുദ്രൻ ദിലീപ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനെ വളരെ ഗുരുതരമായൊരു തെറ്റായിട്ട് കാണേണ്ടതുണ്ട്. ആർക്കും എങ്ങനെയും കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല അയ്യൻകാളിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ ചിത്രം. ആ മാതാപിതാക്കൾ കേരളത്തിൻ്റെ തന്നെ നവോത്ഥാന കാലത്തിൻ്റെ മാതാപിതാക്കളാണ്. അവർ രംഗത്തിറക്കിയ മകനാണ് കേരളത്തിൻ്റെ പൗരസ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും തീവ്രമായ പോരാട്ടങ്ങൾ നടത്തിയ ശ്രീ അയ്യൻകാളി. ആ പോരാളിയെയും ആ കുടുംബത്തിനെയും ആ അച്ഛനമ്മമാരെയും പിൽക്കാല പ്രാബല്യത്തോടെ അപമാനിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ പ്രസാധകർ, ബന്ധപ്പെട്ട ഗ്രന്ഥകാരനടക്കമുള്ള ആളുകൾ പൊതുസമൂഹത്തോടും മാപ്പ് പറയേണ്ടതുണ്ട്. ഇങ്ങനെ അല്ലാതെ ഈ തെറ്റ് നമുക്ക് തിരുത്താനാവില്ല.
ഈ വീഡിയോ ഈ ചാനലിൽ വരുമ്പോഴും ഇനി വരാനുള്ള വിവരണങ്ങൾ കാണുമ്പോഴും ഒന്നും ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഈ പ്രവർത്തനം നിർത്തും എന്ന് വ്യാമോഹം വേണ്ട. കാരണം ഇതൊന്നും കാണാതെ തന്നെ അവർ ഫേസ്ബുക്ക് പോലുള്ള പുതിയ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ കുറ്റകൃത്യം തടയണം എന്നതാണ് നമുക്കുള്ള ആഗ്രഹം. തെറ്റ് പറ്റിയതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, വിശേഷിച്ച് അയ്യൻകാളി കുടുംബത്തോട്. ഇതാണ് നമുക്ക് പൊതുസമൂഹത്തിൻ്റെയും ഈ പ്രസാധകരുടെയും മുന്നിലേക്ക് വയ്ക്കാനുള്ള ആവശ്യം. അത് നല്ല നിലയ്ക്ക് അവരത് ചെയ്യും എന്ന പ്രതീക്ഷയോടെയാണ് ഈ സമയത്ത് ഞാനിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു പ്രസാധക സംരംഭമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഗ്രന്ഥകാരനാണ് അദ്ദേഹം. മനഃപൂർവ്വം ഇവരാരും ഇത് ചെയ്തു എന്ന് ഉള്ള ധ്വനി പോലും ഇതിൽ നിന്ന് വായിച്ചെടുക്കണ്ട, മനഃപൂർവ്വം ആവില്ല എന്ന് തന്നെ കരുതാം. ഒറ്റപ്പെട്ട വ്യക്തികൾ കൊടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലമല്ല ഇതിനുള്ളത്. യാദൃച്ഛികമാകാം, തെറ്റ് സംഭവിച്ചതാവും, നമുക്കറിയില്ല. എന്ത് വന്നാലും ഇത് ഗുരുതരമായ തെറ്റാണ്, അറിഞ്ഞായാലും അറിയാതെയായാലും. അതിന് പൊതുസമൂഹത്തോട് ഇനി കുറ്റവാളികൾ ഉണ്ടാവാതിരിക്കത്തക്ക തരത്തിൽ ഇതിന് മാപ്പ് പറയണം എന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഇക്കാര്യത്തിൽ.